പി സി ജോർജ് എലിപ്പെട്ടിയിൽ വീണ എലിയെ പോലെയായി ഇപ്പോൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലി പെട്ടിയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ കുത്തും. പണ്ടൊക്കെ ഈ കുത്തി കുത്തി എലി ആകെ അവശത, എലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുത്തലാണത്. ഇപ്പം എന്ന് പറഞ്ഞാൽ പി സി ജോർജ് ഇപ്പോൾ കീഴടങ്ങിയില്ല, കോടതിയിൽ കീഴടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾ ഇപ്പോൾ BJP തന്നെ കുത്താണ്. BJP പറയുന്നത് സംസ്ഥാന നേതൃത്വം ഞങ്ങളെ ഇടപെട്ടില്ല, കാരണം ചാനൽ ചർച്ചയിലൊക്കെ പോയി ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയാൻ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടില്ല പുള്ളി. ഞങ്ങളുടെ അടുത്ത് അനുവാദമില്ലാതെ തോന്നിമാതിരി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കാൻ വരില്ല, ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് PC-നെ പറ്റി ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മകൻ തന്നെ ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരായ ഈ PC ജോർജിൻ്റെ കൂടെ ഉള്ളത് മകൻ തന്നെ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്ന കണ്ട നമ്മുടെ വാർത്താ ചാനലിൽ കൂടി കാണാൻ പറ്റും. വാർത്താ ചാനലിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോൺ ജോർജ് ഫോൺ ചെയ്തുകൊണ്ട് ആകെ ടെൻഷൻ പിടിച്ച് നടക്കുന്നത്. ഇതുപോലെ തന്നെ നേരത്തെ അറസ്റ്റ് ചെയ്തപ്പോഴും ഷോൺ ജോർജ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗവും നമ്മൾ കണ്ടാണ്, പ്രേക്ഷകർ കണ്ടാണ്, എല്ലാവരും കണ്ടാണ്. അതുമാത്രമല്ല പുള്ളിയുടെ ടെൻഷൻ അന്ന് PC-യുടെ കൂടെ നിന്ന് അദ്ദേഹം PC-ക്ക് വേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു. ഇത് പിണറായി വിജയൻ അറിഞ്ഞു വെച്ച് ചെയ്യുന്നതാണ്, പിണറായി വിജയനെതിരെ ഞങ്ങൾ നീങ്ങും, BJP നേതൃത്വം അതിനകത്ത് ഇടപെടുന്നുള്ള രീതിയിൽ ധൈര്യത്തിൽ ഇപ്പം ഇന്ന് അതില്ല. കാരണം എന്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി. ഈ പുള്ളി അപ്പൻ ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുള്ളിക്കാരൻ്റെ അടുത്ത് അന്ന് കോടതി പറഞ്ഞു വിട്ടതാണ് ഇനി മേലാൽ ഇതുപോലെ സംസാരിക്കരുതെന്ന്. പുള്ളിയുടെ കണിഞ്ഞാമ്പിടാണ് ഇയാളെ ദേഷ്യക്കാരനായി പുള്ളി. അപ്പം എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു വന്ന് ദേഷ്യപ്പെടുമ്പോൾ തോന്നി വരും, പിന്നെ പുള്ളിക്ക് ബെല്ലും ബ്രേക്കും ഇല്ല, അങ്ങോട്ട് പറയും. അത് ആപത്താണ് അത് വരുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം ഇങ്ങനെ പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ വെറുക്കുമെന്ന് പുള്ളിക്ക് അറിയില്ല. പുള്ളിക്ക് അപ്പം തന്നെ ആ ആളെ ദേഷ്യപ്പെട്ട് മറ്റേ ആളെ കീഴടക്കണം. അതായത് നമ്മൾ ദേഷ്യപ്പെട്ട് അയാളെ ചീത്ത പറയുമ്പോൾ അവർ ഒതുങ്ങുമെന്നുള്ളൊരു ചിന്തയാണ് ഈ പാവം മനുഷ്യന്. ഇത് പാവം എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈരാറ്റുപേട്ടയിലെ ആളുകൾ ഇപ്പം നമ്മൾ വർഗീയത തീവ്രവാദമൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പുള്ളിക്കാരനെ വളർത്തി കൊണ്ടുവന്നത് അവിടുത്തെ വലിയൊരു മുസ്ലിം സമുദായം തന്നെ നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. ഈ സപ്പോർട്ട് പുള്ളി തന്നെ കളഞ്ഞതല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. ഈ മുസ്ലിം സമുദായത്തിനെതിരെ രഹസ്യമായിട്ട് പുള്ളി പോയി ഒരു ക്രിസ്ത്യൻ സഭയിൽ സംസാരിച്ചു. അപ്പോൾ ഇത് വീഡിയോ എടുത്ത് വേറെ ആൾ ഇടാണ്. അപ്പോൾ ഈ ആൾ യാഥാർത്ഥ്യം എന്താണ്, ഈ മനുഷ്യൻ്റെ ഉള്ളിലെ സംഭവം എന്താ, നമ്മളെയൊക്കെ പറ്റിക്കാമെന്നുള്ള ചിന്ത അവിടുത്തെ മുസ്ലിം സമുദായത്തിന് വന്നു. അന്ന് തുടങ്ങി പുള്ളിക്ക് ശനിപ്പശയാണ്. പുള്ളിക്ക് അവിടെ സുഖമായി വാഴായിരുന്നു. കോൺഗ്രസ്സിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും പേടിപ്പിച്ചും ഉമ്മൻചാണ്ടിനടക്കം പേടിപ്പിച്ചും പുള്ളി വാഴായിരുന്നു. അത് കഴിഞ്ഞ് അവരെ തഴഞ്ഞുകൊണ്ട് നേരെ മാർച്ച് പാർട്ടിയിൽ വന്നത്. പുള്ളി ജയിച്ചില്ല. പിന്നെ ആളുകളുടെ ഇടയിൽ ഒരു വില ഉണ്ടായില്ല പുള്ളിക്ക്. പുള്ളി ഇങ്ങനെ ഈ തെണ്ടി തിരിഞ്ഞ് നടക്കണ മാതിരി ഇങ്ങനെ നടക്കായിരുന്നു. അങ്ങനെയാണ് BJP-യിലേക്ക് കയറിയത്. BJP-യിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ BJPക്ക് എപ്പോഴും ഈ സംസ്ഥാന നേതൃത്വത്തിനാണോ അതോ കേന്ദ്ര നേതൃത്വത്തിനാണോ എപ്പോഴും തെറ്റുപറ്റും. ശ്രീശാന്തിനൊക്കെ നിർത്തിയില്ല. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നിൽ നല്ല വോട്ടുണ്ടാവും, ആളുകളുണ്ടാവുന്നു. പക്ഷേ ഇവരുടെ പിന്നിൽ ആളില്ലാന്ന് പിന്നെയുള്ള മനസ്സിലാണ്. അപ്പോൾ അവർ തഴയും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ PC ജോർജിൻ്റെ സപ്പോർട്ടിൽ അനിൽ ആൻ്റണിക്ക് നല്ല വോട്ട് കിട്ടും. അങ്ങനെ അനിൽ ആൻ്റണിക്ക് നല്ല സപ്പോർട്ടുണ്ടാവും അവിടെ ഈ PC ജോർജിൻ്റെ ആ ഒരു കരുത്തിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ അവിടെ ആ മണ്ഡലത്തിൽ പുള്ളിക്ക് നല്ല സപ്പോർട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണയായിരുന്നു BJPക്ക്. പക്ഷെ അതൊക്കെ ഇല്ലയെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ ഇതും കൊണ്ടും ഒക്കെ BJP നേതൃത്വം ഇയാൾക്ക് ഈ PC ജോർജിന് ഒരു ഗവർണർ സ്ഥാനമൊക്കെ കൊടുക്കുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തന്നെ പുള്ളിക്ക് കുത്ത് വരുന്നുണ്ട്. കുത്ത് അയാളെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, പുള്ളിയുടെ വായിലൊക്കെ ശരിയില്ല എന്നുള്ളൊരു സാധനം കേന്ദ്രത്തിലേക്ക് ചെല്ലേണ്ട മെസ്സേജ്. അതുകൊണ്ട് പുള്ളീനെ ഇങ്ങനെ തഴഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം മകനാണെങ്കിലും കുറേ വർഗീയതയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും BJP ഇവരെ കാര്യത്തിലെടുത്തിട്ടില്ല. ഈ വർഗീയത കുറേ പറഞ്ഞ് ഇപ്പോൾ സെൻകുമാറുടെ ഒരുപാട് ആൾക്കാർ വർഗീയത പറഞ്ഞ് BJPയുടെ കൂടെ കൂടാൻ നോക്കാണ്. പക്ഷേ BJP വർഗീയത പറയൽ മാത്രമല്ല, ഇവർക്കൊക്കെ ഇതിൻ്റെ പിന്നിൽ ശക്തി ഉണ്ടോ എന്നുള്ളതാണ് BJP നോക്കുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ അതുപോലെ ശോഭ സുരേന്ദ്രനൊക്കെ ഭയങ്കര പ്രസംഗവും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. കുറേ വർഗീയതയും പറയും. പക്ഷെ എന്നാലും അവരുടെ പിന്നിൽ ശക്തി ഉണ്ടെന്ന് ഇവർക്കറിയായിരുന്നു BJPക്ക്. പക്ഷെ ഇവർക്ക് PC ജോർജിനൊന്നും ആ ഒരു കഴിവ് ഇല്ലാന്ന് പിന്നെ മനസ്സിലായി. പുള്ളിക്കുള്ള കഴിവെന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ഈരാറ്റുപേട്ടയിൽ മുസ്ലിം സമുദായത്തിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പുള്ളി വളർന്നു വരായിരുന്നു. അങ്ങനെ പുള്ളിക്ക്
അവിടെ അവർ എല്ലാ രീതിയിലും വിജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അവിടെ എല്ലാ കോൺഗ്രസിൻ്റെ വോട്ട് ഇതെല്ലാം കിട്ടി വിജയിച്ചു വരുമ്പോഴാണ് പുള്ളിക്ക് ഈ വക മണ്ടത്തരം പറ്റിയത്. കാരണം ആരോഗ്യം നമുക്ക് ഉള്ള സമയത്ത് വേണം നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ, ഏത് രോഗം വരാതെ ശ്രദ്ധിക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാരണവന്മാർ പറയുന്ന മാതിരി സമ്പത്ത് കാലത്ത് കാപത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞ മാതിരി ഇദ്ദേഹം വയസ്സായപ്പോഴത്തേക്കും ഈ സമയത്തൊക്കെ പുള്ളിക്ക് നല്ല ഒരു ആദരവ് കിട്ടേണ്ടതാണ് അവിടെ. അതെല്ലാം കളഞ്ഞു കുളിച്ചു. ഇനിയിപ്പോൾ BJPയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ പുള്ളി അടുത്ത കേസുമായി പോലീസ് സ്റ്റേഷനിലല്ല കോടതിയിലേക്ക് ചെന്നു. ഇനി പോലീസ് അറസ്റ്റ് ചെയ്യും. പോലീസ് അറസ്റ്റ് ചെയ്ത് അവർ കസ്റ്റഡിയിൽ മേടിക്കാൻ വേണ്ടി കോടതിയോട് ചോദിക്കും, കോടതി കൊടുക്കും. പിന്നെ ഇദ്ദേഹത്തിനെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം എന്നാൽ കോടതി ജാമ്യം കൊടുക്കണമെന്ന് അറിയില്ല. കോടതി പറഞ്ഞ കേട്ടില്ലേ, കോടതി പറഞ്ഞത് ഈ വ്യക്തി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ പറ്റിയ ആളല്ല. കാരണം ഇതുപോലുള്ള ഈ ആക്ഷേപങ്ങൾ, ഒരു മത ആക്ഷേപങ്ങൾ പറയുമ്പോൾ ഇത് ഒരു പ്രാവശ്യം പറ്റി, 2 പ്രാവശ്യം ഇത് സ്ഥിരമായി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകനായി മാറും? അപ്പോൾ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരാളല്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ കോടതി നിശിതമായി വിമർശിച്ചപ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ ഒരു പാർട്ടിക്കും ഈ PC ജോർജിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം കോടതി നിശിതമായി ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടരാൻ പറ്റുന്നൊരാളല്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ പാർട്ടിയിലേക്ക് എടുത്തിട്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഒരു മത്സരത്തിനോ നിൽക്കുമ്പോൾ ഇത് എതിർപക്ഷം എടുത്ത് പറയില്ലേ? അപ്പോൾ ഏത് പാർട്ടിയിൽ ഇദ്ദേഹത്തിനെ നിർത്താൻ ആ പാർട്ടിക്കാർക്ക് താല്പര്യം തോന്നും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ PC ജോർജിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PC ജോർജ് എത്ര കിട്ടിയാലും പഠിക്കില്ല. നന്നാവാൻ ഇഷ്ടം പോലെ സമയം നല്ലൊരു പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു നമുക്കെന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയൊരു താഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും പിന്നെ ആ പാർട്ടിയിൽ നിന്ന് വിടാണ്. ജനങ്ങളല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ആ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി, BJP ഏത് പാർട്ടിയിൽ PC ജോർജ് നിൽക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ പാർട്ടി തള്ളിയാലും ജനം അദ്ദേഹത്തിനെ കൊണ്ടുനടക്കും. ആ ജനം അദ്ദേഹത്തിനെ ജയിപ്പിച്ചാൽ അദ്ദേഹത്തിന് സ്വതന്ത്രനായിട്ടിരിക്കാം. സ്വതന്ത്രനായിട്ടിരുന്നാൽ പോലും പുള്ളിക്ക് അതിൻ്റെതായ ഏതെങ്കിലും പാർട്ടിയിൽ ചേക്കേറാം സ്വതന്ത്രനായിട്ട് ഇരുന്നിട്ട്. കാരണം ആ മണ്ഡലം അദ്ദേഹത്തിന് കൈവിടില്ലായിരുന്നു. ആ മണ്ഡലം എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് സേഫ്റ്റി ആയിട്ടുള്ളൊരു മണ്ഡലമായിരുന്നു. പക്ഷേ അത് കളഞ്ഞു കുളിച്ചു. അതായത് നമുക്ക് കുറേ ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഉയർച്ചയ്ക്ക് ഉണ്ടാകുമ്പോൾ അതിമറന്നിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ തന്നെ. ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി പുതുപ്പള്ളിയിൽ എപ്പോൾ നിന്നാലും ജയിക്കും. ആ മണ്ഡലവുമായി ഇഴകി ചേർന്നിരിക്കുകയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിനെ ഒരു വിശുദ്ധനായിട്ടല്ലേ അവസാനം ആ മണ്ഡലം അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് യാത്രയാക്കിയത്. അത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ എല്ലാ സ്ഥലത്തേക്കും ചെറിയൊരു താഴ്ച വരുമ്പോഴത്തേക്കും അവിടുത്തെ ആളുകൾ തെറി പറഞ്ഞ് അല്ലെങ്കിൽ ആ പാർട്ടീനെ തെറി പറഞ്ഞ് അങ്ങോട്ടും ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ജനങ്ങളെല്ലാം ചവിട്ടി പുറത്താക്കും. ഈ അവസ്ഥയാണ് ഇപ്പോൾ ഈ PC ജോർജിന് വന്നിരിക്കുന്നത്. ഇതുപോലെ പല ആളുകൾക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇതുപോലെ പാർട്ടി മാറി അവസാനം ഒന്നുമില്ലാതായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാളല്ലാതായി തീർന്നു. കാരണം അത്രയും സേഫ്റ്റി ആയിട്ടുള്ള അവിടുത്തെ ജനങ്ങളെ ഇദ്ദേഹത്തിന് ഇങ്ങനെ പൊക്കി കൊണ്ടു നടന്നിരുന്നതാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം അനാവശ്യം വിളിച്ചു പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമേജും അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവി രാഷ്ട്രീയം തന്നെ ഇല്ലാതെ ഇനിയിപ്പോൾ ഈ BJP എന്തെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുത്തി കഴിഞ്ഞാൽ ആ സ്ഥാനത്തുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജനം മറക്കും. ജനം മറക്കാൻ കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ചാനലുകാർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കൊണ്ടാണ് PC ജോർജിനെ ആളുകൾ ഇപ്പോൾ ഓർത്തിരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ PC ജോർജിനെ ആൾക്കാർ പിന്നെ മറക്കും. ലൈവിൽ ആര് നിൽക്കുന്നോ, ഏത് നേതാവാണെങ്കിലും ഏത് സിനിമ നടനാണെങ്കിലും ലൈവിൽ നിന്നില്ലെങ്കിൽ ആ ജനം പിന്നെ അവരെ മറക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കൂട്ടേണ്ടത്. അല്ലാതെ ഇതുപോലുള്ള ഈ മണ്ടത്തരങ്ങളും
ഈ ദേഷ്യം വന്നിട്ടുള്ള ഈ സംസാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ആ ഭാവി ഇല്ലാണ്ടായി, മകനെയും ഇതുപോലെ തഴയും. അപ്പോൾ അനിൽ ആൻ്റണി വന്ന് നിൽക്കുമ്പോൾ AK ആൻ്റണിയുടെ മകനായിരുന്നു. ഈ അനിൽ ആൻ്റണി വിചാരിച്ചത് AK ആൻ്റണിയുടെ മകനോ, അപ്പോൾ കേന്ദ്ര നേതൃത്വം BJPയുടെ അവരും വിചാരിക്കുന്നത് AK ആൻ്റണിയുടെ മകൻ, ഇത് നേരത്തെ പറഞ്ഞ മണ്ടത്തരം. ശ്രീശാന്തിനെ ഇതുപോലെ കൂടി നിർത്തിയില്ലേ. ഇവർക്കൊക്കെ ജനങ്ങളുടെ മനസ്സറിയില്ല. അനിൽ ആൻ്റണി എന്ന് പറയുന്ന ആളെ ഈ ജനങ്ങളുടെ മനസ്സിലില്ല. AK ആൻ്റണി മനസ്സിലുണ്ട്. AK ആൻ്റണിയുടെ മകൻ അതുപോലെ ആവോ? ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകന് ഉമ്മൻചാണ്ടിയുടെ ഇമേജ് ഇല്ല. അദ്ദേഹം അതുപോലെ ജനങ്ങളായിട്ട് ഇടപഴകുന്നില്ല. അപ്പം ഇത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എപ്പോഴും.